ഈ പുണ്യദിനത്തിന്റെ എല്ലാ നന്മകളോടും ചേർന്ന് അകമരിഞ്ഞ അനുമോദനങ്ങളും ആയിരം ആശംസകളും നിറമനസ്സോടെ നേരുന്നു. വിപിൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന വടക്കേ മണ്ണിനാൽ കുടുംബത്തിന്റെ കടിഞ്ഞൂൽ പുത്രനെ കരുണാമയനായ ദൈവം കരുതലോടെ കാത്തു സൂക്ഷിച്ച് ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത നിരവധി നന്മകളാലും കഴിവുകളാലും സിദ്ധികളാലും നിറച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ച് വിശുദ്ധിയുടെ സിന്ദൂര പൊട്ടണിയിച്ച് പരിശുദ്ധാത്മ നിറവിൽ കർത്താവിന് സ്വന്തമാക്കി കർത്താവിന്റെ പൗരോഹിത്യ ഗണത്തിലേക്ക് ഉയർത്തിയ ഈ മംഗളകർമ്മത്തിന് ഈ ദേവാലയം നാം എല്ലാവരും സാക്ഷികളാകുകയായിരുന്നു. സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് തന്നെ സന്തോഷിച്ചു. അവിടുന്ന് എന്റെ ശിരസിൽ തങ്കക്കിരീടം അണിയിച്ചു എന്ന സങ്കീർത്തന ഭാഗമാണ് ഈ നിമിഷങ്ങളിൽ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഒപ്പം എന്റെ മനസ്സിൽ ഒരു ചോദ്യവും ഉയർന്നു വന്നു. ഒത്തിരിയേറെ നന്മയുള്ള കഴിവുള്ള കുടുംബ മഹിമയുള്ള നല്ല പേഴ്സണാലിറ്റി ഉള്ള സുന്ദരനും സുമുഖനും മിടുക്കനുമായ വിപിൻ ചേട്ടായി എന്തിനെ പൗരോഹിത്യം തിരഞ്ഞെടുത്തു? സുഖിക്കാൻ സന്തോഷിക്കാൻ നല്ല ജോലി നേടാൻ പേരും പ്രശസ്തിയും നിലനിർത്തി ഉയരങ്ങളിലേക്ക് വളരാൻ വേറെ എന്തുമാത്രം സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്റെ എല്ലാം വേണ്ടെന്ന് വെച്ച് കർത്താവിന്റെ പുരോഹിതനായി. ഉത്തരം ഒന്നേയുള്ളൂ, തമ്പുരാന്റെ അനന്തമായ കരുണയും അളവറ്റ കൃപയും അതിന് കാരണമായ മാതാപിതാക്കളുടെ സുഹൃത ജീവിതവും. ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ചിലര് വരി മാറിപ്പോ, ചിലരെ വരി മാറ്റിവിടും, ചിലർക്ക് അതിനു മുമ്പേ ഈ ലോകം വിട്ട് പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം വെറും 3 മിനിറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചേട്ടായ വിപിൻ കൊച്ചച്ച നിത്യപുരോഹിതനായ ഈശോയുടെ ഹൃദയത്തിൽ ഈശോ വിപിനച്ചന് നൽകിയ ഈ പ്രത്യേക സ്ഥാനത്തോർത്ത് ഞങ്ങൾ അതിയായി ആനന്ദിക്കുന്നു. ഈശോ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഈശോയുടെ തിളങ്ങുന്ന മുത്തായി ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ വിപിനച്ചന് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ തിരുപാലസഖ്യ മക്കൾ ഒന്നു ചേർന്ന് 1000 മംഗളാശംസകൾ, പ്രാർത്ഥനാ സൂനങ്ങൾ തികഞ്ഞ സന്തോഷത്തോടെ നിറഞ്ഞ സ്നേഹത്തോടെ ഹൃദയം നേരുന്നു. നന്ദി, നമസ്കാരം. ഈശോയ്ക്ക് സ്തുതി.